ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗാർലിക് രസമാണ്, വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കിയ രസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ പറയണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ആദ്യം തന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, അത് ഒരു ചെറിയൊരു ടീസ്പൂണ്, നിറയൊന്നും എടുക്കണ്ട, ഇത്ര എടുത്താൽ മതി കേട്ടോ. കുറച്ച് മാത്രം മതി, ഒരുപാടാവണ്ട. പിന്നെ കുരുമുളക്, അത് നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ട് എടുക്കുക. ഞാനിപ്പം ഒരു ടീസ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. ഇത് മൂന്നും കൂടി ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് ഒന്നും ആക്കണ്ട, വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഏത് പാത്രത്തിലാണോ നമ്മൾ രസം ഉണ്ടാക്കുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ആ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുളി, ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2-3 തവണ ഈ പുളിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 2-2.5 അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചോളൂ മൊത്തത്തിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം പുളിവെള്ളം, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് വേണ്ട കേട്ടോ. അപ്പോൾ പുളീൻ്റെ കൂടെ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിക്കുക. ഒരു 3 കപ്പോളം വെള്ളം ഉണ്ടാവും. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, പക്ഷേ ഒരു 2-3 തവണ നന്നായിട്ട് തിളച്ചോട്ടെ. ഇനി നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയെടുക്കുക. തൊലിയോട് കൂട്ടി ഒന്നും അങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ഒന്ന് കുത്തി കൊടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. ഇനി അതുപോലെ തന്നെ തക്കാളി നമുക്ക് വേണം. തക്കാളി ഒരു 1/2 കഷ്ണം തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, നല്ല പഴുത്ത തക്കാളി 1/2 കഷ്ണം, അത് വലിയ കഷ്ണങ്ങളാക്കിയതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കുക. വേറൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കായപ്പൊടി, അതും 1/4 ടീസ്പൂണിൽ കുറവ് ഇട്ട് കൊടുക്കുക. എല്ലാം കുറേശ്ശെ മതി. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. 1/2 കഷ്ണം തക്കാളി ചേർത്തിട്ടുണ്ട്, വലിയ കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ഒന്നും ആക്കരുത്, ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ തക്കാളി ഒന്നുകൊണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. തക്കാളി വല്ലാണ്ട് ഉടയണ്ട, പക്ഷേ തക്കാളി സോഫ്റ്റ് ആവണം. ആ വെളുത്തുള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ ഒരു പച്ചച്ചവ പോകണം. അതുവരേക്കും കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിയുടെയും ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർലിക് രസം. ഒരു രക്ഷയില്ല. സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു രസമാണ്. എന്നാൽ ഭയങ്കര എന്താ പറയുക, വയറിനൊക്കെ നന്നായിട്ട് നല്ലതുമാണ്. കാരണം ഡൈജഷനൊക്കെ പെട്ടെന്ന് നടക്കാനൊക്കെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. അത് എടുത്ത് പറയണ്ടല്ലോ. വെളുത്തുള്ളിയാണ് നമ്മളിതിലോട്ട് മെയിനായി ചേർക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ജീരകം. ഇതൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചോറ് കഴിച്ച ശേഷമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ശേഷം ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ രണ്ടും കൂടി ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ രസമൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുക്കായ ശേഷം കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർലിക് രസം. എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. രസം പൗഡറോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രസത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു രസം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.